ഗോസംരക്ഷണത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആൾക്കൂട്ട ആക്രമണങ്ങൾ ഉണ്ടായ മോദി ഭരണകാലത്ത് രാജ്യത്തു നിന്നുള്ള ബീഫ് കയറ്റുമതി സർവകാല റെക്കോർഡിൽ. അഗ്രികൾച്ചറൽ പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച കണക്കുകളുള്ളത്. ലോകത്ത് ഏറ്റവുമധികം ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ഒരു വർഷം $400 കോടി ബീഫ് വിദേശങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. 2018 പുറത്തിറങ്ങിയ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിനു വിരുദ്ധമായ കണക്കുകളാണ് സർക്കാർ ഏജൻസി തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ 2014 തന്നെയാണ് ബീഫ് കയറ്റുമതിയും വർദ്ധിച്ചു തുടങ്ങിയതെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. 10 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന കണക്കുകളായിരുന്നു ഇത്. 2013-14 സാമ്പത്തിക വർഷം 13,65,643 മെട്രിക് ടൺ ബീഫ് കയറ്റുമതി ചെയ്ത സ്ഥാനത്ത് 2014-15 14,75,540 മെട്രിക് ടൺ ആണ് കയറ്റി അയച്ചത്. 2016-17 ആയപ്പോഴേക്കും കയറ്റുമതിയിൽ 1.2% വർധനവാണ് ഉണ്ടായത്. 2017-18 സാമ്പത്തിക വർഷമായപ്പോഴേക്കും കയറ്റുമതിയിൽ 1.3% വർധനവുണ്ടായി. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം പശുവിന്റെ പേരിലുള്ള ആൾക്കൂട്ട ആക്രമണങ്ങൾ തുടർക്കഥയാവുകയാണ്. ഉത്തർപ്രദേശ് അടക്കമുള്ള പശു സംസ്ഥാനങ്ങളിൽ ബീഫ് കൈവശം വെച്ചതിന്റെ പേരിൽ നിരവധി കൊലപാതകങ്ങളും നടന്നു. ഇന്ത്യയിൽ നിന്നും ബീഫ് കയറ്റുമതി ചെയ്യുന്ന വൻകിട കമ്പനികൾ ബിജെപി നേതാക്കളുടെ ഉടമസ്ഥതയിലുള്ളവയാണെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. ന്യൂസ് ഡെസ്ക് ബിഗ് 14.